ഈ ഒരു സെഷനിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ വെൻഡേഴ്സിനെ എങ്ങനെയാണ് മെർജ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. മെർജ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കസ്റ്റമറിനെ നമ്മൾ മെർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ ട്രാൻസാക്ഷൻസും അതേപോലെ തന്നെ പേയ്മെന്റ്സ്, റെസിപ്റ്റ് ഈ കാര്യങ്ങളെല്ലാം ഒരു പ്ലേസിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു കസ്റ്റമറിനെ റീപ്ലേസ് ചെയ്തിട്ട് വൺ സിംഗിൾ കസ്റ്റമറിൽ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ചെയ്യേണ്ടതുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബൈ മിസ്റ്റേക്ക് ആയിട്ട് നമ്മൾ ഒരു സെയിം കസ്റ്റമറിന് രണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത് കുറച്ച് ഇൻവോയ്സസ് നമ്മൾ ഒരു കസ്റ്റമറിൽ കീപ്പ് ചെയ്യുന്നു, കുറച്ച് ഇൻവോയ്സസ് നമ്മൾ മറ്റേ കസ്റ്റമറിലാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് ഇവർ തമ്മിൽ മെർജ് ചെയ്തിട്ട് സിംഗിൾ കസ്റ്റമർ ആക്കണം. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ വെൻഡർക്കും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സോഹോ ബുക്സിലെ സെയിൽസ് എന്നുള്ള മോഡ്യൂളിൽ വന്നിട്ട് കസ്റ്റമേഴ്സിൽ വരിക. ഇവിടെ നമ്മളിപ്പോൾ ഒരു കസ്റ്റമറിനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ മോർ ഓപ്ഷൻസിൽ നമുക്ക് മെർജ് കസ്റ്റമേഴ്സ് എന്ന് കാണാം. അപ്പോൾ ഈ മെർജ് ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ നമുക്ക് ഏത് കസ്റ്റമറിനെയാണ് നമ്മൾ ഇതിലേക്ക് മെർജ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മറ്റേ കസ്റ്റമറിൻ്റെ നെയിമാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഒരു പ്രാവശ്യം മെർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പിന്നെ തിരിച്ച് അൺഡു ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം നമ്മളിവിടെ കസ്റ്റമറിൻ്റെ നെയിം സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. ദ മെർജ് കനോട്ട് ബി അൺഡൺ എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്കിത് തിരിച്ച് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഡബിളായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പാടുള്ളൂ. ദെൻ നമ്മൾ കൺഫേം കൊടുക്കുന്നു. ഇപ്പം നമുക്ക് കാണാനായിട്ട് പറ്റും ആക്റ്റീവ് കസ്റ്റമേഴ്സിൽ നമുക്ക് അജയ് എന്നുള്ള കസ്റ്റമർ പോയിട്ട് ആദ്രയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇന്നാക്റ്റീവ് കസ്റ്റമറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അജയിനെ കാണാനായിട്ട് പറ്റും. അതുമല്ല ഇവിടെ നമുക്ക് ഈ ആതിര എന്നുള്ള കസ്റ്റമറിലേക്ക് അജയിൻ്റെ ട്രാൻസാക്ഷനും കൂടെ കയറി വന്നിട്ടുണ്ടാവും. അതുപോലെ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ഇപ്പോൾ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതേ കേസ് തന്നെയാണ് നമ്മൾ വെൻഡേഴ്സിലും ചെയ്യേണ്ടത്. നമ്മളൊരു വെൻഡറിനെ സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മെർജ് വെൻഡേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇതുവഴി നമുക്ക് നമ്മുടെ വെൻഡറിലേക്ക് തന്നെ രണ്ട് വെൻഡേഴ്സിനെ മെർജ് ചെയ്ത് സിംഗിൾ വെൻഡർ ആക്കാനായിട്ട് പറ്റും.